എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിലേക്ക് കടക്കാം. ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അദാനിയെക്കുറിച്ചാണ്. പുതിയ വമ്പൻ പ്രഖ്യാപനങ്ങളുമായി അദാനി വന്നിട്ടുണ്ട്. അത് അദാനി പോർട്ടാണ്. നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽ പോവാം. അദാനി എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ ഗൗതം അദാനിയുടെ മുഖം നമ്മുടെ മനസ്സിൽ തെളിഞ്ഞു വരും. ഉപ്പ് തൊട്ട് പവർ പ്ലാന്റ് ബിസിനസ് വരെ ചെയ്യുന്ന ലോകത്തെ ഏറ്റവും വലിയ കോടീശ്വരന്മാരിൽ ഒരാളാണ് ഗൗതം അദാനി. കഴിഞ്ഞ വർഷം ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ വാർത്തകളിൽ നിറഞ്ഞു നിന്ന പേരും അദാനിയുടേതായിരിക്കും. അതായത് ഹിൻഡൻബർഗ് റിപ്പോർട്ടും അതിനു പിന്നാലെ ഉണ്ടായ വിവാദങ്ങളും കുറച്ചൊന്നുമല്ലല്ലോ ഇന്ത്യയെ പിടിച്ച് കുലുക്കിയത്. നമ്മുടെ രാഷ്ട്രീയ മേഖലകളിലും ഇന്ത്യയിലും കോർപ്പറേറ്റ് മേഖലയിലും ഇത് വലിയ ന്യൂസായിട്ട് മാറിയത് നമ്മൾ കണ്ടതാണല്ലോ. ഹിൻഡൻബർഗ് റിപ്പോർട്ടിന് വന്നതിനു പിന്നാലെ അദാനിയുടെ ബിസിനസ് സാമ്രാജ്യം വലിയ തിരിച്ചടി നേരിട്ടിരുന്നു. പല ഓഹരികളും ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ തിരിച്ചടിയാണ് നേരിട്ടത്. എന്നാൽ ഹിൻഡൻബർഗ് റിപ്പോർട്ടിനും തൊടാൻ കഴിയാത്ത ഒരു ഓഹരി ഉണ്ടായിരുന്നു. അത് അദാനി പോർട്ടായിരുന്നു. ഇപ്പോൾ ഇതാ വമ്പൻ പ്രഖ്യാപനമായി അദാനി. വെറും എയർപോർട്ടല്ല വരുന്നത്, എയർപോർട്ട് സിറ്റി. ഏകദേശം 60,000 കോടി നിക്ഷേപിക്കാൻ പോണത് കേട്ടോ. വലിയ പ്രൊജക്റ്റായിട്ട് വരാൻ പോണത് എയർപോർട്ട് സിറ്റി. അത് 60,000 കോടി, അതായത് അടുത്ത 10 വർഷത്തേക്ക് നിക്ഷേപിക്കാൻ പോകുന്നത് 60,000 കോടി രൂപയാണ്. അതായത് തിരുവനന്തപുരം, മുംബൈ, അഹമ്മദാബാദ്, ലക്നൗ, മംഗലാപുരം, ഗുവാഹത്തി, ജയ്പൂർ എന്നിങ്ങനെ 7 വിമാനത്താവളങ്ങളുടെ വിപുലീകരണത്തിനായി 60,000 കോടി നിക്ഷേപിക്കാനാണ് അദാനി ഗ്രൂപ്പ് തീരുമാനിച്ചിരിക്കുന്നത്. അടുത്ത 10 വർഷത്തിനുള്ളിൽ തിരുവനന്തപുരം ഉൾപ്പെടെ രാജ്യത്തെ 7 വിമാനത്താവളങ്ങളുടെ വിപുലീകരണത്തിനായി 60,000 കോടി നിക്ഷേപിക്കാൻ അദാനി ഗ്രൂപ്പ് തീരുമാനിച്ചിരിക്കുന്നത്. ഈ വിമാനത്താവളങ്ങളുടെ ശേഷി വർദ്ധിപ്പിച്ച് കമ്പനിയുടെ വരുമാനം വർദ്ധിപ്പിക്കാനാണ് പദ്ധതി. അടുത്ത 5 വർഷത്തിനുള്ളിൽ അദാനി എയർപോർട്ട് ഹോൾഡിംഗ് എയർ സൈഡിനായി 30,000 രൂപ ചെലവഴിക്കുമെന്നും അടുത്ത 5 വർഷം മുതൽ 10 വർഷത്തിനുള്ളിൽ സിറ്റി സൈഡിന് 30,000 കോടി രൂപ നിക്ഷേപിക്കുമെന്നും അദാനി പോർട്ട് ആൻഡ് സ്പെഷ്യൽ ഇക്കണോമിക് സോൺ ലിമിറ്റഡ് ഡയറക്ടർ കിരൺ അദാനി പറഞ്ഞു. അതിൽ വരുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ തിരുവനന്തപുരം, മുംബൈ, അഹമ്മദാബാദ്, ലക്നൗ, മംഗലാപുരം, ഗുവാഹത്തി, ജയ്പൂർ എന്നീ വിമാനങ്ങൾ. നമുക്ക് നോക്കാം എന്താണ് എയർ സൈഡും സിറ്റി സൈഡും. അപ്പോൾ ഇതിൽ പറയുന്നുണ്ട് എയർ സൈഡിന് ബിസിനസ്സിന് വേണ്ടി 30,000, സിറ്റി സൈഡ് ബിസിനസ്സിന് വേണ്ടി ഇത്. അപ്പോൾ ഇത് രണ്ടും എന്താണ് നമുക്കൊന്ന് നോക്കാം. അതായത് റൺവേകൾ, കൺട്രോൾ ടവറുകൾ, എയർക്രാഫ്റ്റ് മെയിൻ്റനൻസ്, ഇന്ധനം നിറയ്ക്കൽ തുടങ്ങിയ വിഭാഗമാണ് എയർ സൈഡിൽ പെടുന്നത്. എയർ സൈഡ് എന്നത് ബോർഡിംഗ് പാസുകളുള്ള യാത്രക്കാർക്ക് മാത്രമുള്ള ഒരു വിമാനത്തിലെ സുരക്ഷിത മേഖലയുടെ എയർ സൈഡ് എന്ന് പറയുന്നത്. അതേസമയം ആർക്കും പ്രവേശനം ഉള്ള വിമാനത്താവളത്തിൻ്റെ പൊതു ഇടമാണ് സിറ്റി സൈഡ്. അതായത് യാത്രക്കാർക്കായി വിമാനത്താവളത്തിന് ചുറ്റുമുള്ള വാണിജ്യ സൗകര്യങ്ങൾ ഇതിൽ പെടുന്നു. വിമാനത്താവളങ്ങളുടെ സിറ്റി സൈഡ് ബന്ധപ്പെട്ടിട്ട് ഭയങ്കര വലിയ പ്രൊജക്റ്റായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതായത് അവിടെ നമുക്ക് ഹോട്ടലുകൾ വരും, കൺവെൻഷൻ സെൻറ്ററുകൾ വരും, റീറ്റെയിൽ ഔട്ട്ലെറ്റ്, സൂപ്പർ മാർക്കറ്റുകൾ വരും, മാളുകൾ വരും, വലിയ വലിയ ഭക്ഷണശാലകൾ വരും എന്നിവ ഉൾക്കൊള്ളുന്ന വികസന പദ്ധതിയാണ് അദാനി ആലോചിക്കുന്നത്. സിറ്റി സൈഡ് വികസനത്തിന് പാരിസ്ഥിതിക അനുമതിയുടെ കാര്യമൊക്കെ ഉണ്ട് ഇതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുകൂടാതെ ഭൂമിയുടെ ലഭ്യം, അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ വമ്പൻ പ്രൊജക്റ്റുമായിട്ട് വന്നിട്ടുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ് വരും ദിവസങ്ങളിൽ അദാനി പോർട്ട് ഷെയർസിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമുക്കിനി അദാനി പോർട്ട് ഷെയറിൻ്റെ ഒരു ഡീറ്റെയിലേക്ക് പോയി കഴിഞ്ഞാൽ, അപ്പോൾ ഇതാണ് അദാനി പോർട്ട് ഷെയറിൻ്റെ ഒരു വീക്കിലി ചാർട്ട്. വീക്കിലി ചാർട്ടിൽ നമ്മൾ നോക്കിയാൽ അറിയാം നന്നായിട്ട് കയറി നിൽക്കുന്നുണ്ട്. കയറി നിൽക്കുക എന്ന് പറഞ്ഞാൽ ഏകദേശം ഇവിടെ നിന്ന് ഒരു ബുള്ളിഷ് മൂവ്മെൻറ്റ് ഇവിടെ വന്നിട്ടുള്ളത്. അതായത് ഇവിടെ നിന്നാണ് പെട്ടെന്ന് ഒരു കയറിപ്പോയ ഒരു പോയിന്റ് നമുക്ക് പറയില്ല. ഇവിടെ നിന്ന് വേണ്ട ഈ പോയിന്റിൽ നിന്ന് പെട്ടെന്നൊരു കയറിപ്പോയത്, അതായത് 800, ഇത് ഒരു 800 ഉള്ളത്. ഈ 800-ൽ നിന്നാണ് ഇപ്പോഴത്തെ റേറ്റ് 1326. 800-ൽ നിന്ന് 526 രൂപയുടെ കയറിപ്പോയത്. അത് അപ്പോൾ ഏകദേശം ഒരു 60-70% അടുത്തെങ്കിലും ഇത് കയറിപ്പോയി. വേണ്ട പെട്ടെന്ന് കയറിപ്പോയി. ഒരു ചെറിയൊരു പീരീഡ് ഓഫ് ടൈമിലാണ് ഇത് ഇത്രയും കയറി നിൽക്കുന്നത്. നമുക്കിതിൻ്റെ ഒരു മന്ത്ലി ചാർട്ട് വ്യൂയിലേക്ക് ഒന്ന് പോയി നോക്കിയാൽ അങ്ങനെ ഉണ്ടാകും. മന്ത്ലി ചാർട്ട്
മന്ത്ലി ചാർട്ടിലേക്കും പെട്ടെന്ന് കയറിപ്പോയി നിൽക്കുകയാണിത്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ പെട്ടെന്ന് ഒരു കയറി ഇത്രയും മൂവ്മെൻറ്റ് ചെയ്ത് മുകളിൽ നിൽക്കുന്ന ഒരു ഷെയറിൽ നമുക്ക് ഇത്രയും പ്രൊജക്റ്റുകളെല്ലാം ഉണ്ട്, അതെല്ലാം ശരിയാണ്. പക്ഷേ ഈ സമയത്ത് നമുക്കൊരു ചെറിയൊരു പുൾ ബാക്കോ ഒരു ചെറിയൊരു കറക്ഷനോ അല്ലെങ്കിൽ ഒരു കൺസോളിഡേഷനോ വന്നിട്ട് ഒരു എൻട്രിക്കാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ ഒരു വ്യൂ പോയിൻ്റ് അങ്ങനെയാണ് കാണുന്നത്. പക്ഷേ ഇത് കയറില്ല, അടുത്തൊരു 5-10 വർഷത്തേക്ക് ഇത് നല്ല രീതിയിൽ മൂവ് ചെയ്യുന്ന ഒരു ഷെയർ തന്നെയാണ് നമുക്ക് ഉറപ്പിക്കാം. അതിന് കുറേ പൊളിറ്റിക്കൽ റീസൺസും ഉണ്ട്, അത് നമുക്ക് ഇതിന് ശേഷം പറയാം, ചാർട്ട് അനലൈസിന് ശേഷം പറയാം. അപ്പോൾ ഇങ്ങനെയൊക്കെ കയറി നിൽക്കുമ്പോൾ കണ്ട ഇവിടെ നമുക്ക് നോക്കിയാലറിയാം കണ്ട ഒരു കയറി പോയി പെട്ടെന്ന് 200-ൽ നിന്ന് കണ്ട 800 വരെ കയറി ഒരു കൺസോളിഡേഷൻ വന്നു. ഇവിടെ നമ്മൾ നോക്കിയാലറിയാം 200-ൽ നിന്നാണ് കണ്ട 800-ൽ വരെ പോയി. എത്ര 200-ൽ നിന്ന് 800 വരെ പോകുമ്പോൾ എത്ര പെർസെൻറ്റേജ് ആയി നമുക്ക് നോക്കിയാൽ അറിയാം, കാൽക്കുലേറ്റ് ചെയ്താൽ മനസ്സിലാവുമല്ലോ പേഴ്സൻറ്റേജ് വൈസ് നോക്കുമ്പോൾ. അതായത് ഏകദേശം 200% അവിടെ നിന്ന് ഒരു കൺസോളിഡേഷനാണ് നിന്നിട്ടുള്ളത്. അതിനുശേഷം ഹിഡൻബർഗ് ഇഷ്യൂവിന് ശേഷം താഴ്ന്നു വീണ്ടും ഇങ്ങനെ വരും. അപ്പോൾ ഇനി ഇവിടെയും ചരിത്രം ചിലപ്പോൾ ആവർത്തിക്കാനായിട്ട് സാധ്യതയുണ്ട്. അതായത് ഇത്രയും കയറിയ സ്ഥിതിക്ക് ഒരു കൺസോളിഡേഷനോ അല്ലെങ്കിൽ ചെറിയൊരു പുൾ ബാക്കോ വന്നിട്ട് അവിടെ അങ്ങനെ വരുമ്പോഴാണ് നമുക്കൊരു സേഫ് സോൺ, ഇൻവെസ്റ്റ്മെൻറ്റിന് സേഫ് സോൺ. അല്ലാതെ ഇത്ര ഒരു 200% അല്ലെങ്കിൽ 50% കൂടി നിൽക്കുന്ന ഒരു ഷെയറിൽ ഒരു സേഫ് സോൺ അല്ല നമുക്കൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ബേസിൽ എന്ത് പറഞ്ഞാലും. അത് എപ്പോഴേലും ഒരു ചെറിയ കറക്ഷൻ സംഭവിക്കാം. അപ്പോൾ ഒരു ചെറിയ കറക്ഷനോ അല്ലെങ്കിൽ ഒരു കൺസോളിഡേഷനോ വന്നിട്ട് അടുത്ത മൂവ്മെൻറ്റ്സിൽ നമ്മൾ പിടിക്കേണ്ടത് ഇങ്ങനത്തെ ഷെയർസ് നമ്മൾ പിടിക്കേണ്ടത്. അപ്പോൾ ഇനി ഇത് പറയുകയാണെങ്കിൽ അടുത്തത് മോഡിക്ക് ഗ്യാരണ്ടി പറയുന്നുണ്ട്. മോഡി അപ്പം മോഡിക്ക് ഗ്യാരണ്ടി വന്ന് അതുകൂടാതെ BJP 400 സീറ്റും നേടുമെന്ന് അവർ പറയുന്നു. അപ്പോൾ എന്താണ് പൊളിറ്റിക്കലാണ് അതൊക്കെ നമുക്ക് അറിയാനായിട്ട് സാധിക്കില്ല എന്താണ് സംഭവിക്കുക. അപ്പോൾ അഥവാ ഇനി BJP വന്നു മോഡിയുടെ കീഴിൽ മൂന്നാമതൊരു മന്ത്രിസഭയും കൂടി വരികയാണെങ്കിൽ അത് നമുക്കറിയാമല്ലോ പൊളിറ്റിക്കൽ കാര്യങ്ങൾ, അദാനിയും മോഡിയും തമ്മിലുള്ള ആ ബന്ധങ്ങളും ആ റിലേഷൻസും. പിന്നെ ഗുജറാത്തി ഒരു ബിസിനസ്സുകാരനാണല്ലോ അദാനി, മോഡിയും ഒരു ഗുജറാത്തി. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ രണ്ടും കൂടി സിങ്ക് ആകുമ്പോഴുള്ള ആ ഗ്രോത്ത് നമ്മളൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ വരും വർഷങ്ങളിൽ അഥവാ മോഡി മൂന്നാമതും വന്നാലത്തെ കാര്യമാണ് ഞാൻ പറയുന്നത്. അത് വരുമോ ഇല്ല എന്നുള്ളത് അത് ജനങ്ങൾ തീരുമാനിക്കുന്നതാണ്. അപ്പോൾ ഇത്രയുമാണ് അദാനി പോർട്ടിനെ കുറിച്ച് ഒരു ന്യൂസ് വന്നപ്പോൾ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ ഇതെല്ലാതും നമ്മൾ ഒരു മനസ്സിൽ വെക്കുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇങ്ങനത്തെ വമ്പൻ പ്രൊജക്റ്റുകൾ വന്നിട്ടുണ്ട്, അതുകൂടാതെ ഇത്രയും കയറി നിൽക്കുന്ന അദാനി പോർട്ട്. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് വേണം അടുത്ത ഒരു എൻട്രിക്ക് തിരഞ്ഞെടുക്കാനായിട്ട് നിങ്ങൾ. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.